എല്ലാവർക്കും സ്വാഗതം. ആദ്യം എലാസ്റ്റിക് എടുത്ത് ഇതുപോലെ വെച്ച് യോജിപ്പിച്ചെടുക്കാം. പോകാതെ ഇങ്ങനെ കുറേ അടിപ്പടിക്കണം. അതിനുശേഷം എലാസ്റ്റിക് വയ്ക്കാനുള്ള പാൻറ്റിൻ്റെ സൈഡ് ഇവിടെ ഒരല്പം ഇങ്ങനെ മടക്കി അടിച്ചു കൊടുക്കാം. ഇങ്ങനെ ഒന്ന് മടക്കി അടിച്ചതിന് ശേഷം എലാസ്റ്റിക് എടുത്ത് ഇങ്ങനെ കറക്റ്റ് വെക്കണം. അതായത് അടുപ്പിൻ്റെ തൊട്ട് അടുത്തായിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇതുണ്ടോ ഇതുപോലെ വെച്ചിട്ട് ഇങ്ങനെ മടക്കി പിടിക്കണം കറക്റ്റായിട്ട്. അതിനുശേഷം ഒത്തിരി ലൂസൊന്നും വരാൻ പാടില്ല. എന്നിട്ട് ഈ സൈഡിൽ കൂടെ തന്നെ ഇങ്ങനെ അടിച്ചു കൊടുക്കാം. ഇങ്ങനെ അടിച്ചെടുക്കുകയാണെങ്കിൽ അല്പം പോലും ഒത്തിരി ലൂസാക്കി അടിക്കരുത്, കറക്റ്റായിട്ട് അടിക്കുള്ളൂ. ലൂസായിട്ട് അടിച്ചാൽ എലാസ്റ്റിക് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തള്ളി പോകും. കറക്റ്റായിട്ട് അടിക്കുന്നെങ്കിൽ അത് കാണാൻ തന്നെ ഭംഗിയുണ്ട്. അല്ല ഒത്തിരി കൂടുതലൊന്നും തയ്യൽ തുമ്പുണ്ട, കറക്റ്റ് പോയിൻ്റിൽ പോലെ അടിക്കണം. എങ്കിൽ എലാസ്റ്റിക്കേൽ അടിപ്പ് കയറാനും പാടില്ല. എലാസ്റ്റിക്കേൽ അടിപ്പ് വരാത്ത രീതിയിലാണ് ഇതുണ്ടോ ഇതുപോലെ പോയിൻ്റ് വെച്ചാണ് നമ്മൾ അടിച്ചു കൊടുക്കുന്നത്. എലാസ്റ്റിക് ഇങ്ങോട്ട് വരാനായിട്ട് ഇപ്പോൾ ഇതുണ്ട് ഇവിടെ കുറേ തുണി കിടക്കുന്നു, ഇവിടെ എലാസ്റ്റിക് ഇല്ല. അപ്പോൾ ഇനി വരാനായിട്ട് നമ്മൾ പയ്യെ എലാസ്റ്റിക് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇങ്ങനെ വലിച്ചു കൊടുത്താൽ മതി. ഇങ്ങനെ വലിച്ചു കൊടുക്കാം. വീണ്ടും വെച്ചിട്ട് കറക്റ്റ് സൈഡിൽ കൂടെ നമുക്ക് കൂടുതൽ എലാസ്റ്റിക്കിൽ പിടിക്കാതെ തുണി നല്ലപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കണം. ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് ഇങ്ങനെ തിരിച്ച് വെക്കുകയാണെങ്കിൽ ആ കറക്റ്റ് പോയിന്റ് നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. വന്നിരിക്കണം. ഇങ്ങനെ വലിച്ച് കൊടുക്കണം. ഇടയ്ക്ക് തുണി തീരുന്നത് വരെ നമുക്കിങ്ങനെ വലിച്ചു കൊടുക്കണം. ഇങ്ങനെ വലിക്കുമ്പോൾ ഇത് എലാസ്റ്റിക്കേൽ അടിപ്പ് വന്നിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഇങ്ങനെ വലിക്കുമ്പോൾ വരികയില്ല. അതുകൊണ്ടാണ് എലാസ്റ്റിക്കേൽ അടിപ്പ് വരാതെ അടിക്കണമെന്ന് പറയുന്നത്. അതിനുശേഷം ഇതുണ്ട് ലാസ്റ്റ് പോകാൻ വരാറായി. ഇങ്ങനെ കൊണ്ടുവന്ന് അടിച്ച് നമുക്ക് നിർത്താം. നമ്മളെടുക്കുന്ന വണ്ണത്തേക്കാൾ ഒരു 3 ഇഞ്ച് കുറച്ച് എലാസ്റ്റിക് എടുത്താൽ മതി. എന്നിട്ട് ഈ എലാസ്റ്റിക് ഈ ചുരുങ്ങിയിരിക്കുന്ന തുണിയുടെ ഭാഗങ്ങൾ നമ്മൾ എല്ലാ ഭാഗത്തേക്കും വലിച്ചു നീക്കി ഇട്ട് കൊടുക്കണം. ഒന്നിച്ചൊരു ഭാഗത്ത് കൂടുതലായിട്ട് കിടക്കരുത്. അതിനുശേഷം ഈ പീസ് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ വലിച്ചു പിടിച്ചിട്ട് ഇതിൻ്റെ നടുഭാഗത്ത് ഒരടിപ്പ് കൊടുക്കാം. അപ്പം നടുഭാഗത്ത് അടുപ്പ് കൊടുക്കുമ്പോൾ ഇങ്ങോട്ടിരുന്ന് ലൂസൊന്നും വരാത്ത രീതിയിൽ ഇങ്ങനെ തിരിച്ചിട്ട് വേണം. ഇവിടെ ഇങ്ങോട്ട് തുണി തൂങ്ങി കിടക്കാതെ ഇത് ഇങ്ങോട്ട് സൈഡിലോട്ട് തള്ളി കൊടുത്ത് പിടിക്കണം. കറക്റ്റായിട്ട് വെച്ചിട്ട് ഇടയ്ക്ക് ഇങ്ങനെ ചുരുക്കൊക്കെ വരുവാണെങ്കിൽ അഥവാ ഇങ്ങനെ ഇടയ്ക്ക് വരുന്ന പോലെ നമുക്ക് തോന്നുവാണെങ്കിൽ അഥവാ ഇതിങ്ങനെ എലാസ്റ്റിക് ഒന്ന് പൊക്കിയിട്ട് ഇങ്ങനെ തുണിയൊക്കെ ഇട്ടിട്ട് എലാസ്റ്റിക് ഇതുകൊണ്ട് ഒരു ചുരുക്ക് പോലെ വരുവാണെങ്കിൽ ഇങ്ങനെ ഒന്ന് പൊക്കിയിട്ട് പ്രഷർ ഒന്ന് പൊക്കിയിട്ട് ഇങ്ങനെ അങ്ങനെ വെച്ചിട്ട് ഇതുപോലെ അടിച്ചു കൊടുത്താൽ മതി.
അങ്ങനെ നടുക്കത്തെ അടുപ്പടിച്ചിട്ടുണ്ട്. ഇനി സൈഡ് വഴി ഒരടുപ്പും കൂടെ കൊടുത്താൽ ഇച്ചിരി ഭംഗിയായിട്ടിരിക്കും. ഇപ്പോൾ 2 അടുപ്പാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ആദ്യത്തെ ഒരു അടുപ്പും എലാസ്റ്റിക് വഴി ഒരു അടുപ്പും. ഇപ്പോൾ 2 അടുപ്പാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ തന്നെ അത് കാണാൻ ഭംഗിയുണ്ട്. ഈ അരികു വഴി ഒരു അടുപ്പ് കൊടുത്താൽ നല്ലതാണ്. ഇതുണ്ട് അരികു വഴി ഇങ്ങനെ വെച്ചിട്ട് ഈ സൈഡ് വഴി കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കൊടുത്താൽ ഇച്ചിരി ഭംഗി ഇച്ചിരി ഒരു ഇതായിട്ട് വരും. അങ്ങനെ കൊടുക്കുമ്പോൾ ഇവിടെ കാണാൻ ഇച്ചിരി രസമില്ലെന്നേക്ക് ഒരടുപ്പും കൂടെ കൊടുക്കും. നല്ല ഭംഗിയായിട്ട് നമ്മൾ ഇലാസ്റ്റിക് ഇട്ടിട്ടുണ്ട് കാണാമല്ലോ.